നമുക്ക് സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷം അച്ഛന്റെ അടുത്തേക്ക് പോവാം. അത് മതി. എന്നാ ഇരിക്കും സത്യ. മോനെ ഇങ്ങ് തന്നേക്കും മോളെ. ഞങ്ങളെ അകത്തു പോയിരുന്ന കഥ പറഞ്ഞോളാം, നിങ്ങൾ സംസാരിക്കേ. ഭാനും അവിടുന്ന് നേരെ ഇങ്ങ് വന്നല്ലേ? ഓ, ഞാൻ എവിടെ പോകാനാ സത്യ? എന്റെ വീട് പൊളിഞ്ഞു വീഴാറായി കിടക്കുകയല്ലേ. ആ, നിങ്ങൾ ഇവിടെ ഇരിക്ക. മക്കളെ പോകാറാവുമ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കി തരാം. ഞാൻ വിളിച്ചപ്പോ പറഞ്ഞല്ലോ സത്യ, ഷോപ്പ് എപ്പോ ഒഴിഞ്ഞു കിട്ടും എന്നറിയാൻ വേണ്ടിട്ടാ. വിഷു കഴിഞ്ഞ ഉടനെ തിരിച്ചേൽപ്പിക്കാന്നായിരുന്നല്ലോ സത്യനും ശ്യാമും അച്ഛനോട് പറഞ്ഞത്. അതെ, അതിനുശേഷം എടുത്തൊന്നും പറയാതിരുന്നപ്പോ ഞങ്ങൾ കരുതി ഏട്ടത്തിയും ഇന്ദ്രേട്ടനും അതിനുശേഷം പരസ്പരം കാണുകയും ചെയ്തല്ലോ. അപ്പോ ഞങ്ങൾ വിചാരിച്ചു ഷോപ്പിന്റെ കാര്യത്തിൽ നിങ്ങളൊരു ധാരണയിലെത്തി കാണുമെന്ന്. ഏയ്, ഞങ്ങള് ചില കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടു സംസാരിച്ചു എന്നുള്ളത് ശരിയാ. അതും ഇതുമായി ഒരു ബന്ധമില്ല. സത്യ, ഷോപ്പ് എന്തായാലും തിരിച്ചു വേണം. സത്യൻ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. നേരത്തെ എനിക്ക് വാശിയായിരുന്നു എന്നെ അവഗണിച്ച ഇന്ദ്രേട്ടനിൽ നിന്ന് എല്ലാം പിടിച്ചടക്കാൻ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. കുടുംബത്തില് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ ഷോപ്പ് രഘുവേട്ടന് കൊടുക്കാമെന്ന് സമ്മതിച്ചു. രഘുവേട്ടൻ ഒരിടത്തും കാലുറപ്പിക്കാൻ പറ്റാതെ നടക്കുകയാണല്ലോ. എന്തെങ്കിലും ഒരു നിലനിൽപ്പ് രഘുവേട്ടന് വേണമെന്ന് അച്ഛനും ആഗ്രഹമുണ്ട്. പല വഴിയിൽ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. അവസാനം ഇങ്ങനൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. അത് കുഴപ്പമില്ല ഏട്ടത്തി. ഏട്ടത്തിക്ക് അത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. രഘുവേട്ടനാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ സത്യ? ഇന്ദ്രേട്ടൻ ചെയ്യുന്ന ബിസിനസ് രഘുവേട്ടന് പരിചയമില്ല. രഘുവേട്ടൻ പണ്ട് ഗാർമെന്റ്സ് ഫാക്ടറിയിൽ നടത്തിയിരുന്നത്. അതെ. അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു സ്ഥാപനം തുടങ്ങാനുള്ള പണം രഘുവേട്ടന് ഇന്ദ്രേട്ടൻ കൊടുത്ത ആ ഷോപ്പ് ഏട്ടത്തിക്ക് ഇന്ദ്രേട്ടനിൽ നിന്ന് തിരിച്ചു വാങ്ങാതിരുന്നൂടെ? ആ മോളെ, മാഷ് വിളിക്കുന്നു, അകത്തിരുന്ന് സംസാരിക്കാന്ന്. ആ, ഞങ്ങൾ വരാൻ പാരുമേ. സത്യം പറഞ്ഞ കാര്യം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അച്ഛനുമായി സംസാരിച്ച് നമുക്ക് അങ്ങനൊരു തീരുമാനത്തിലെത്താം. അതുപോലെ മതി എടുത്തി, അത് മതി. ആ ഷോപ്പ് ഉണ്ടെങ്കിലേ ഇന്ദ്രേട്ടനുള്ളൂ. നീ വാ.